Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will video embroidery. When I craft materials video, I embroidery video. So, that's embroidery a series. In this video, embroidery materials. The next video, the basic embroidery stitches. That's designs, design. That's cover. So, in this video, beginners embroidery materials basic. So, video. Embroidery we have frame. This embroidery frame. This use this fix embroidery. This is size. This is loose ring. This fix materials. Next, we will use cloth. I will pure cotton cloth. If you beginners, poplin merchandise cotton cloth. In case you have അധികം കട്ടി വരുന്നത് യൂസ് ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് നമ്മൾ ബിഗിനേഴ്സ് ആവുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതുപോലെ വലിക്കുമ്പോൾ തുണി ഇങ്ങ് കീറി വരും. അപ്പം അത്യാവശ്യം കട്ടിയുള്ള തുണിയിൽ വേണം നമ്മൾ ചെയ്തു പഠിക്കാൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ത്രെഡ് ആണ്. ഈ ഒരു ത്രെഡ് ആണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4 rupees ആണ്. നമ്മൾ ബിഗിനേഴ്സ് ആവുമ്പോൾ അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള യൂസ് ചെയ്യാത്തത് നല്ലത്. ഇതുപോലെ ചീപ്പ് ആയിട്ടുള്ള 4 rupees നെ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ക്വാളിറ്റി നല്ലതുള്ള അതിന്റെ കോസ്റ്റ് 8 rupees ഒക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നീഡിലാണ്. ഇപ്പം നിങ്ങളത് സെറ്റ് വാങ്ങിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് വാങ്ങിക്കാനും പറ്റും. ഇതുപോലെ വലിയ കണ്ണുള്ള നീഡിൽ വേണം വാങ്ങാൻ. കാരണം നമ്മൾ ഇത്രയും ത്രെഡ് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ കണ്ണാണെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ണ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇതുപോലത്തെ ത്രെഡ് കട്ടർ ആണ്. ത്രെഡ് കട്ടർ ഇല്ലെങ്കിൽ സിസറും യൂസ് ചെയ്യാം. ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ്. ഇനി നമുക്ക് ഫ്രെയിമിൽ എങ്ങനെയാണ് തുണി സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ നല്ലതുപോലെ ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ റിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ തുണിയുടെ താഴെയാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രെയിം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തു. ഇനി ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പം തുണി നല്ലതുപോലെ അകത്തോട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ? ഒട്ടും ടൈറ്റ് അല്ല, ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ തുണി നല്ലതുപോലെ സ്ട്രെച്ച് ആയിട്ടിരുന്നാലേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തുണി ഇവിടുന്ന് സൈഡിൽ നിന്ന് നല്ലതുപോലെ വലിച്ചു കൊടുക്കാം. എല്ലാ സൈഡിൽ നിന്നും നല്ലതുപോലെ തുണി വലിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ തൊടുമ്പം കണ്ടില്ലേ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ വേണം നമ്മൾ തുണി സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എംബ്രോയിഡറിയിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.